ഹായ് ഓൾ JB പ്രിപ്പറേഷൻ അടിപൊളിയായി പോയിക്കൊണ്ടിരിക്കുകയായിരിക്കും. സോ മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്നുള്ള ചാപ്റ്ററിൽ ഒരു ചെറിയ ട്രിക്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഈ ട്രിക്ക് പറയുന്നതിന് മുന്നേ ഞാനൊരു ചോദ്യം നിങ്ങൾക്ക് കാണിച്ചു തരാം. അത് NCERTയിലെ എക്സാമ്പിൾ 2.3. എ ബോൾ ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ് വിത്ത് എ വെലോസിറ്റി ഓഫ് 20 meter per second ഫ്രം ദ ടോപ്പ് ഓഫ് എ ബിൽഡിംഗ്. The height of the point from where the ball is thrown is 25 meter from the ground. How long will it before the ball hits the ground? ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് നമ്മളൊരു ബോൾ ഈ ഒരു ഇനീഷ്യൽ വെലോസിറ്റി 20 meter per second മുകളിലേക്ക് എറിയാണ്. ആ ബോൾ മുകളിൽ പോയി താഴെ എത്താനുള്ള സമയം എത്രയാണെന്ന ചോദ്യം. ഹൈറ്റ് തന്നിട്ടുണ്ട്. സോ ഈ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ വരുന്ന സമയത്ത് എങ്ങനെ ഈ ചോദ്യം അപ്രോച്ച് ചെയ്യണം? നമുക്ക് എൻട്രൻസിന് സമയം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ വളരെ വിത്തിൻ സെക്കൻഡ്സ് നമ്മൾ ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇക്വേഷൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇതൊരു ബിൽഡിംഗ് ആണ്. ഈ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് h ആണ്. ഇവിടെ നിന്ന് ഇനീഷ്യലി ഒരു ബോൾ ഞാൻ മുകളിലേക്ക് എറിഞ്ഞു. ഈ ബോൾ മുകളിൽ പോയിട്ട് ഈ ഗ്രൗണ്ടിൽ എത്താൻ എടുക്കുന്ന സമയം എന്ന് പറയുന്നത് t ആണെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട റിലേഷൻ ഇത്രയേ ഉള്ളൂ. -h ഇസ് ഈക്വൽ ടു ut മൈനസ് ഹാഫ് GT². അല്ലെങ്കിൽ ഈ മൈനസ് ഇക്വേഷൻ്റെ സൈഡിലേക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മൈനസ് രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്താൽ h ഇസ് ഈക്വൽ ടു -ut പ്ലസ് ഹാഫ് GT². ഈ രണ്ട് ഇക്വേഷനും സെയിം തന്നെയാണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. h എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് ആണ്. u എന്ന് പറഞ്ഞാൽ ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് മുകളിലേക്ക് എറിയുന്ന ഇനീഷ്യൽ വെലോസിറ്റി ആണ്. t എന്ന് പറഞ്ഞാൽ ടൈം ടേക്കൺ ടു റീച്ച് ദ ഗ്രൗണ്ട് ആണ്. മുകളിൽ പോയി താഴെത്താനുള്ള സമയമാണ്. സോ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 25 മീറ്റർ ആണ്. ബിൽഡിങ്ങിൽ നിന്ന് മുകളിലേക്ക് എറിയുന്ന ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ് തന്നിട്ടുണ്ട്. രണ്ട് ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. നമ്മൾ യൂസ് ചെയ്യേണ്ട ഇക്വേഷൻ എന്താ? h is equal to -ut plus half GT² ഓർ നിങ്ങൾ എന്ത് ഉപയോഗിക്കൂ? -h is equal to ut minus half GT². ഏത് ഉപയോഗിച്ചാലും നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടും. സോ ഇവിടെ നോക്കൂ, ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് 25 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 20 ആണ് അല്ലേ? സോ -20 into t പ്ലസ് ജിയുടെ വാല്യൂ 10 ആണ്. സോ 10/2 എന്നൊരൊറ്റ സ്റ്റെപ്പിൽ ഞാൻ എഴുതുന്നുണ്ട്. ദാറ്റ് വിൽ ഗിവ് 5t². അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഈ 25 ഇക്വേഷൻ്റെ അതർ സൈഡിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റൂടാ? 5t² minus 20t minus 25 is equal to 0 എന്ന് കിട്ടും. അപ്പോൾ എല്ലാത്തിലും ഒരു 5ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആയിട്ട് കിടക്കുന്നത്. സോ നമുക്ക് 5 ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. 5 ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5t² ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? t² കിട്ടും. 20t ഡിവൈഡ് ബൈ 5 ചെയ്യുമ്പോൾ നമുക്ക് 4t എന്ന് കിട്ടും. 25 ഡിവൈഡ് ബൈ 5 ചെയ്യുന്ന സമയത്ത് നമുക്ക് 5 എന്ന് കിട്ടും. ദാറ്റ് ഇസ് ഈക്വൽ ടു 0. നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ വന്നിട്ടുണ്ടെങ്കിൽ സോൾവ് ചെയ്യാൻ നിങ്ങൾ റിസൾട്ട് പഠിച്ചിട്ടുണ്ട്. -b പ്ലസ് ഓർ മൈനസ് √(b² മൈനസ് 4ac ഡിവൈഡ് ബൈ 2a. അല്ലെങ്കിൽ നമുക്കറിയാം രണ്ട് ഇക്വേഷൻ ആയിട്ട് നമുക്ക് ഒരു ലോജിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അതായത് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ -4ഉം മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ -5ഉം കിട്ടുന്ന റിസൾട്ട് നമുക്ക് പറയാം t -5ഉം t -1ഉം. ഇതിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് -5നോട് +1 ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുക? -5 പ്ലസ് 1 ചെയ്യുമ്പോൾ -4, -5 into 1 ചെയ്യുമ്പോൾ -5. സോ നമുക്കിവിടെ ആൻസർ വരിക t -5 ഒന്നെങ്കിൽ 0 വരാം, t +1 ഒന്നെങ്കിൽ 0 വരാം. t is equal to -1. ടൈം നെഗറ്റീവ് ആവില്ല, അത് നമുക്ക് ഒഴിവാക്കാം. സോ t is equal to 5 seconds. സോ ബിൽഡിങ്ങിൻ്റെ മുകളിൽ പോയി താഴത്തേക്ക് എത്തുന്ന സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് 5 സെക്കൻഡ് ആണ്. സോ ഈ ടൈപ്പ് ഓഫ് ചോദ്യം വരുന്ന സമയത്ത് ഈ ഇക്വേഷൻ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് ആൻസറിലേക്ക് എത്താം. സോ ഇവിടുത്തെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന രീതി മനസ്സിലാക്കി വെക്കുക. സംശയമുള്ളവർ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ പ്രോബ്ലം, അതായത് x is equal to -b പ്ലസ് ഓർ മൈനസ് √(b² മൈനസ് 4ac ഡിവൈഡ് ബൈ 2a എന്നുള്ള റിലേഷൻ വെച്ചൊന്ന് ചെയ്ത് നോക്കുക. ഇതേപോലത്തെ ചോദ്യങ്ങൾ 1-2 പ്രാവശ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ എക്സാമിന് തയ്യാറെടുക്കാൻ. സോ ഓൾ ദ ബെസ്റ്റ്.